ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. 4 മാമ്പഴം എന്ന് വെച്ചാൽ 1 കിലോ മാമ്പഴം ഉണ്ടത്. ഈ മാമ്പഴം പ്രിയൂരാണത്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊണ്ടുവരാം. നമ്മൾ മാമ്പഴം ഒന്ന് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഇത് പ്രിയൂര് മാമ്പഴമായ കാരണം കൊണ്ട് ഇത് പെട്ടെന്ന് ഇതിൻ്റെ പുഴു വരാൻ സാധ്യതയുള്ളൊരു മാങ്ങയാണിത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കണം പുഴു ഉണ്ടോയെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ 4 എടുത്തതിൽ 1 പുഴുള്ളതായിരുന്നു. അത് മാറ്റിയിട്ട് ഞാൻ വേറെ 2 ചേർത്തിട്ടുണ്ട് ഇതിൽ കേട്ടോ. ഇരിക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെ അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ മാമ്പഴം ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആവണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഞാരൊന്നും ഇല്ലാത്ത മാമ്പഴമായ കാരണം കൊണ്ട് ഞാനിത് അരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മാമ്പഴം കൊണ്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. പഞ്ചസാര ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോരുത് കേട്ടോ. നമുക്കിനി ഈ അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി പാലൊഴിച്ച് കൊടുക്കാം. അതേ തേങ്ങാപ്പാലാണ് കേട്ടോ. 1 പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറേ വെള്ളം ഒഴിച്ചൊന്നും എടുക്കണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് പാലെടുത്താൽ മതി. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി റെഡിയാക്കി എടുക്കാം. ഒരുവിധം നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഇത് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി മതി. 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയ്ക്കും മതി. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനത്തെ ഒരു തളികയാണ് എടുത്തത്. നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമുക്കൊന്ന് ഇതൊന്ന് പരട്ടി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കൊന്നും. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുവിധം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നമുക്ക്. നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. ഒരു 2-3 ദിവസമൊക്കെ ഉണങ്ങേണ്ട വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ചാക്കൊക്കെ വിരിച്ച് മണ്ണും പൊടിയൊന്നും പറന്ന് വരാണ്ടിരിക്കാൻ നല്ല ചാക്കൊക്കെ വിരിച്ചിട്ടിട്ട് വേണം നമ്മൾ വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉണങ്ങട്ടെ. മാമ്പഴത്തിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. 3 ദിവസം നമ്മൾ ഉണക്കിയതാണിത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ മുറിച്ചെടുക്കല്ല, നമ്മളിതൊരു മിഠായി പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് എങ്ങനെയെന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മിഠായി ഉണ്ടാക്കിയെടുക്കാം. ലെവലിൽ നമ്മളൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. 2 പീസ് എടുത്തുകൊണ്ട് ഇത് നമുക്കൊരു മിഠായിയുടെ രൂപത്തിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയാൽ മതി.
ഉണ്ടോ? അപ്പം നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ? ഇതേ ജെല്ലി മിഠായിയുടെ മാതിരി ഉണ്ട് കണ്ടോ? നമുക്കിത് നമ്മൾ കുറച്ച് പഞ്ചസാര ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പഞ്ചസാരയിലേക്ക് ഇട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. ഓക്കെ, ബാക്കി എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിഠായിയാണ് നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ചക്ക കൊണ്ടും മാങ്ങ കൊണ്ടൊക്കെ നമുക്കിങ്ങനെ തയ്യാറാക്കി വയ്ക്കാം. കുറേ നാളിരിക്കും, കേടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാംഗോ മിഠായിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.